വയനാട് ജില്ലയെ സംബന്ധിച്ച് 3 മണ്ഡലങ്ങളിലും ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള ശക്തമായ പോരാട്ടമാണ് LDF UDF മുന്നണികൾ തമ്മിൽ നടക്കുന്നത്. ഒപ്പം തന്നെ വലിയ ഒരു വോട്ടിംഗ് ശതമാനം ഉയർത്താനുള്ള ശ്രമത്തിലാണ് NDAയും. അതുകൊണ്ട് തന്നെ പ്രചാരണം അങ്ങ് കലാശക്കൊട്ടിലേക്ക് നീങ്ങുമ്പോൾ ഓരോ ആളുകളെയും അല്ലെങ്കിൽ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ടുകൊണ്ട് വോട്ട് ഉറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. LDFിനെ സംബന്ധിച്ച് LDF മാനന്തവാടി മണ്ഡലത്തിൽ രാവിലെ തന്നെ റോഡ് ഷോകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളത് 4 മണിക്ക് ശേഷമുള്ള കലാശക്കൊട്ടാണ്. ബത്തേരിയിലും കൽപ്പറ്റയിലും വൈകിട്ട് 4 മണിയോടുകൂടിയാണ് LDFിൻ്റെ റോഡ് ഷോകൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ ഓരോ വീടുകളിലും ഓരോ കവലകളിലും ചെന്ന് നേരിട്ട് വോട്ടർമാരെ കണ്ട് വോട്ടുകൾ അഭ്യർത്ഥിക്കുന്ന ഒരു അവസ്ഥയിലാണ് LDFിൻ്റെ സ്ഥാനാർത്ഥികൾ, കൽപ്പറ്റയിലെയും ബത്തേരിയിലെയും സ്ഥാനാർത്ഥികൾ ഉള്ളത്. 4 മണിയോടുകൂടി ഓരോ ലോക്കൽ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ റോഡ് ഷോകൾ നടക്കും അതത് പ്രദേശങ്ങളിൽ. അതിനുശേഷമായിരിക്കും കൽപ്പറ്റയിലും മാനന്തവാടിയിലും ബത്തേരിയിലും പ്രചാരണത്തിൻ്റെ കലാശക്കൊട്ട് ഉണ്ടാവുക. NDAയെ സംബന്ധിച്ച് NDAയും രാവിലെ തന്നെ 3 മണ്ഡലങ്ങളിലും പരസ്യ പ്രചാരണത്തിൻ്റെ ഭാഗമായുള്ള റോഡ് ഷോകൾ നടത്തി കഴിഞ്ഞു. UDFിനെ സംബന്ധിച്ച് UDFും രാവിലെ മുതൽ തന്നെ 3 മണ്ഡലങ്ങളിലും റോഡ് ഷോകളുമായി ഓരോ കവലകളിലും ചെന്ന് വോട്ടർമാരെ നേരിട്ട് കാണുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ശക്തമായ പോരാട്ടങ്ങൾ വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിലും നടക്കുന്നത് കൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ തങ്ങളുടെ ചിഹ്നങ്ങൾ ഓരോ വോട്ടർമാരുടെയും ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ മനസ്സിലേക്ക് പതിപ്പിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഇന്ന് സ്ഥാനാർത്ഥികൾക്ക് നിറവേറ്റാനുള്ളത്. അതിനുള്ള ശ്രമങ്ങളിലാണ് ഇവർ എല്ലാവരും. ഇപ്പോൾ കലാശക്കൊട്ടിൻ്റെ പരസ്യ പ്രചാരണത്തിൻ്റെ ഒരു പരിസമാപ്തി വളരെ ആഘോഷപൂർവ്വമാക്കാനുള്ള ശ്രമങ്ങളിലാണ് 3 മുന്നണികളും.